2022 കഴിഞ്ഞ് 2023 ആവാനായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും സ്മാർട്ട് ഫോണുകളെ പറ്റിയിട്ടുള്ള പല തെറ്റിദ്ധാരണകളും ഓടി നടപ്പുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ ഏകദേശം ഒരു 20 സ്മാർട്ട് ഫോൺ സംശയങ്ങൾ, ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ മെഗാ പിക്സലുള്ള ക്യാമറയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്നത് 100% തെറ്റാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി എങ്ങനെയാണ് ഒരു 100 മെഗാ പിക്സൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോയെക്കാളും അടിപൊളി ഫോട്ടോ ഒരു 20 മെഗാ പിക്സലിൻ്റെ DSLR എടുക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് തെറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മെഗാ പിക്സൽ കൂടുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയ ഫ്ലെക്സ് ഒക്കെ ഒരു ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ അടിക്കാൻ പറ്റും എന്നല്ലാണ്ട് ഫോട്ടോയുടെ ക്വാളിറ്റിയും ട്യൂണിങ്ങും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളാണ്, ഇൻക്ലൂഡിങ് നിങ്ങളുടെ പ്രോസറും സോഫ്റ്റ്വെയറും. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റാമിലാണെന്നും റാം കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ പെർഫോമൻസ് കിട്ടുമെന്നും. ഇതും തികച്ചും ഒരു തെറ്റായ കാര്യമാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി അത് എന്തിനാണ്? ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഒരു സൈസ് ഉണ്ടാവും. സോ ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനായിട്ടൊരു മെമ്മറി വേണം. ഈ ഒരു മെമ്മറിയാണ് റാം എന്ന് പറഞ്ഞ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഉപയോഗിച്ചു അത് ബാക്ക്ഗ്രൗണ്ടിലിട്ട് അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പഴയ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഓടാൻ വേണ്ടിയാണ് റാം ഉള്ളത്. സോ കൂടുതൽ റാം ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം കൂടുതൽ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നല്ലാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ള പരിപാടി റാം ചെയ്യില്ല. പക്ഷേ നിങ്ങളൊരു 1GB 2GB റാമുള്ള സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു 6GB 8GB റാമിൻ്റെ ഫോണിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു പെർഫോമൻസ് ഗ്യാപ്പ് തോന്നും. ആൻഡ് ആ തോന്നലിൻ്റെ കാരണം 1GB റാമുള്ള ഫോണിനകത്ത് വലിയ വലിയ ആപ്ലിക്കേഷൻസ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഓടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് 6GB വരുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു പ്ലസീബോ, അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഇടിമിന്നൽ സമയത്ത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാമോ? ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇടിമിന്നൽ സമയത്ത് നിങ്ങൾ വീട്ടിനകത്ത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്മാർട്ട് ഫോൺ ചാർജറിൽ കുത്തിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടിമിന്നൽ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ വീട്ടിൽ സ്വിച്ച് ബോർഡിലുള്ള ELCB കേടായി പോവുകയോ അല്ല ELCB ഇല്ലാത്ത വീടാണെങ്കിൽ ഇടിമിന്നൽ വീട്ടിലടിക്കുമ്പോൾ അത് നമ്മുടെ പ്ലഗ് പോയിന്റിൽ കൂടെ വന്ന് ചാർജറിൻ്റെ വയറിൽ കൂടെ വന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ചാർജ് ചെയ്തുകൊണ്ട് ഇടിമിന്നൽ സമയത്ത് യൂസ് ചെയ്യേണ്ട, അല്ലാണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫോൺ ചാർജിന് ഓവർനൈറ്റ് ചാർജ് ചെയ്യാൻ വയ്ക്കുന്നത് കേടാണോ എന്ന് ചോദിച്ചാൽ കേടല്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ചാർജറാണ് യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. ശരിയാണ്, ഇപ്പോൾ സ്മാർട്ട് ഫോൺസിനൂടെ ചാർജേഴ്സ് വരുന്നില്ല. സോ തേർഡ് പാർട്ടി ചാർജേഴ്സ് നിങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷേ ഈ മേടിക്കുന്ന തേർഡ് പാർട്ടി ചാർജേഴ്സ് ബ്രാൻഡഡ് ചാർജേഴ്സ് ആയിരിക്കണം. അല്ലാണ്ട് വളരെ ലോക്കലായിട്ടും ചീപ്പായിട്ടുള്ള ചാർജേഴ്സ്, വളരെ കുഞ്ഞ് വയറ്, തീരെ ക്വാളിറ്റി ഇല്ലാത്ത വയറുള്ള ചാർജേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് ചെയ്തിടുമ്പോൾ വയറിൽ തന്നെ ചെറിയൊരു ഹീറ്റിംഗ് സംഭവിക്കാനും വയർ ഉരുകാനും അത് ഷോർട്ട് സർക്യൂട്ട് ആവാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. സോ നല്ല ചാർജറാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു കടയിൽ ചെന്നിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മേടിക്കുവാണെങ്കിൽ കടയിലെ ചേട്ടൻ പറയാറുണ്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ 8 മണിക്കൂർ ചാർജ് ചെയ്യണം അല്ലെങ്കിൽ 6 മണിക്കൂർ ചാർജ് ചെയ്യണം എന്നൊക്കെ. ഞാൻ പ്രായമായിട്ടുള്ള ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ പുതിയതായിട്ട് മേടിക്കുകയാണെങ്കിൽ പോലും 100% ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം. പണ്ടത്തെ കാലത്ത് നിക്കൽ കാഡ്മിയം ബാറ്ററീസ് ഒക്കെ ഉണ്ടായ സമയത്താണ് ഈ ഒരു 8 മണിക്കൂർ 6 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ ലെഡ് ആസിഡ് ബാറ്ററീസ് ഒക്കെ, അല്ലാണ്ട് ലിഥിയം അയോൺ ലിഥിയം പോളിമർ ബാറ്ററി ഒന്നും ഇതേപോലെ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്നും ഫസ്റ്റ് യൂസിന് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേട്ടാ, പവർ ബാങ്ക് കുത്തി ഫോൺ ചാർജ് ചെയ്യുവാണെങ്കിൽ ഫോണിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരുമോ? ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെ ആൾക്കാരുടെ മൈൻഡിൽ വന്നു എന്നറിയില്ല. കാരണം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ആൾക്കാരും പവർ ബാങ്ക് കുത്തി ഫോൺ ചാർജ് ചെയ്യുന്നത് ഫോണിന് മോശമാണ്, ബാറ്ററിക്ക് മോശമാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ഫോണിന് അറിയില്ല ഈ ഒരു കറണ്ട് പവർ ബാങ്കിൽ നിന്നാണോ വരുന്നത് ചാർജറിൽ നിന്നാണോ വരുന്നതെന്ന്. ഫോൺ ജസ്റ്റ് അതിൻ്റെ വോൾട്ടേജും കറണ്ടും മാത്രം മെഷർ ചെയ്തിട്ടാണ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് കുത്തിയിരിക്കുന്നത് ഫാസ്റ്റ് ചാർജിങ് വേണോ നോർമൽ ചാർജിങ് വേണോ എന്നുള്ളതൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ പവർ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പവർ ഔട്ട്ലെറ്റിൽ കുത്തുന്ന ചാർജറിനേലും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് വരുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള കറണ്ടും വോൾട്ടേജും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ തികച്ചും സേഫാണ്. അത് കാരണം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിക്ക് യാതൊന്നും സംഭവിക്കില്ല. കൂടുതൽ RGB ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ FPS കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഗെയിമിംഗ് ഫോണുകളിലൊക്കെ RGB ലൈറ്റുകൾ കണ്ടിട്ടുണ്ടല്ലോ. RGB ലൈറ്റ് കാരണമാണ് FPS കൂടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ശുദ്ധ മണ്ടത്തരമാണ്. ഇപ്പോഴും ചെറിയ പിള്ളേരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്നവർ ആപ്പിളാണ് എന്ന് ഇപ്പോഴും പറഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. അത് 100% നമുക്ക് യോജിക്കാൻ പറ്റില്ല. ആൻഡ്രോയിഡ് നല്ല രീതിയിൽ മെച്ചുവറായി, iOS നല്ല രീതിയിൽ മെച്ചുവറായി. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ചോയ്സ് ആണ്, നമ്മുടെ യൂസ് എന്താണ്, അതിന് ആൻഡ്രോയിഡ് വേണോ iOS വേണോ എന്നുള്ളൊരു ചോയ്സ് മാത്രമാണ്. 2 ഫോണുകളും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഒപ്പത്തിനൊപ്പം വന്നു തുടങ്ങി. സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് 20%-നും 80%-നും ഇടയിലാണ് ബാറ്ററി വെക്കുന്നത്, അല്ലെങ്കിൽ 80-ന് മുകളിൽ ചാർജ് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബാറ്ററിക്ക് നല്ലതാണോ മോശമാണോ? ആക്ച്വലി ഇതൊരു മിത്തല്ല, നല്ലതാണ്.
നിങ്ങൾ കണ്ടാവും ചില സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ബാറ്ററി സേവിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഐഫോണുകളിലാണെങ്കിൽ ഒപ്റ്റിമൈസ് ചാർജിങ് എന്നൊക്കെ കാണും. ഇവിടെ കാണാം 80% ശേഷം ഒന്നില്ലെങ്കിൽ ചാർജിങ് സ്ലോ ആവും അല്ലെങ്കിൽ 80% ചാർജിങ് കട്ടാവും. ഇങ്ങനെ ചെയ്യുന്ന വഴി ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ ലൈഫ് ആക്ച്വലി കൂടും. സോ നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു 20 to 80% ആണ് എപ്പോഴും വെക്കുന്നതെങ്കിൽ കൂടുതൽ കാലത്തേക്ക് നിങ്ങൾക്ക് അതേ ബാറ്ററി ബാക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കോൾ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഡാറ്റ ഓഫ് ആക്കൂ എന്ന് പ്രായമായിട്ടുള്ളവർ നമ്മളോട് പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ ചെയ്യണോ? പണ്ട് കാലത്ത് നമ്മൾ 3G ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ കോളിങ്ങിന് വേണ്ടി 2G ആണ് യൂസ് ചെയ്യുന്നത്. സോ കോളിങ്ങിന് സമയത്ത് 3G ഓഫ് ആവും, അഥവാ നെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ വോൾട്ടിയാണ്. വോൾട്ടി എന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ LTE അഥവാ LTEയിലൂടെ അഥവാ ഇന്റർനെറ്റിലൂടെയാണ് നമ്മുടെ വോയിസ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജിയോ ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വോൾട്ടി സപ്പോർട്ട് ചെയ്യാത്ത ഫോണിലാണ് നിങ്ങൾ ജിയോ സിം ഇടുന്നതെങ്കിൽ പ്രത്യേകം ജിയോയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തിൽ കൂടെ വേണം കോൾ ചെയ്യാനായിട്ട് എന്നുള്ളൊരു പരിപാടി. സോ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഒന്നും ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. ഈ മൊബൈൽ ഡാറ്റയോട് അനുബന്ധിച്ച് വേറൊരു സംശയം എന്ന് പറയുന്നത്, എൻ്റെ ഫോണിൽ കൂടുതൽ റേഞ്ച് കിട്ടുവാണെങ്കിൽ എനിക്ക് കൂടുതൽ സ്പീഡിലുള്ള ഇന്റർനെറ്റ് കിട്ടുമെന്ന്. ഇത് തികച്ചും തെറ്റാണ്. ഈ നെറ്റ്വർക്കിന്റെ ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ടവറിൽ നിന്നും വരുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് ആണ്. നമ്മൾ ടവറിനോട് അടുക്കും തോറും നല്ല സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ കിട്ടും, ടവറിൽ നിന്നും ദൂരെ വരും തോറും സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയും. പക്ഷേ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയുന്നോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ടല്ല ഒരു മൊബൈൽ ഡാറ്റയുടെ സ്പീഡ് ഇരിക്കുന്നത്. ആ ടവറിൽ ആ ഒരു ബാൻഡ് വിഡ്ത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് യൂസേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. കുറേയധികം യൂസർ ഉള്ള ടവറിന്റെ അടിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഫുൾ റേഞ്ച് ഉണ്ടെങ്കിലും സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ വളരെ കുറച്ച് ആൾക്കാരാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് കുറവാണെങ്കിലും അവിടെ നല്ലൊരു സ്പീഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണിലുള്ള റീസെന്റ് ആപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് കൂടും. ഈ പറയുന്നത് 100% തെറ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പം നിങ്ങളൊരു 10-20 ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് സ്മാർട്ടാണ്, അതിന് മാനേജ് ചെയ്യാൻ അറിയാം ഏതൊക്കെ സ്ലീപ്പിൽ ഇടണം ഏതൊക്കെ ആക്റ്റീവ് ആക്കി ഇടണം. എന്നാൽ പോലും കുറേ അധികം ആപ്ലിക്കേഷൻസ് തുരുതുര എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഊബർ ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, ഓല ഉണ്ട്, ഗൂഗിൾ മാപ്പിംഗ്, ഇങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ റിയൽ ടൈമിൽ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള ലോഡ് കൂടാനും നിങ്ങളുടെ പ്രൊസസർ ഒന്ന് ഹീറ്റ് ആവാനും ടോട്ടലി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ചൂടാകും. ഇത്തരത്തിലുള്ള സമയങ്ങളിൽ മൊത്തത്തിൽ നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ റീസെന്റ് ആപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയ അരിച്ചാക്ക് തൂക്കിക്കൊണ്ട് വെച്ച് താഴെ കൊണ്ടിടുന്നൊരു ഫീൽ ആയിരിക്കും ഫോണിന് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ബേസിസിൽ നോക്കുവാണെങ്കിൽ റീസെന്റ് ആപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് കുറച്ച് കൂടുതൽ ശ്വാസം വിടാനുള്ള സ്ഥലം കിട്ടും. ചേട്ടാ, എൻ്റെ അടുത്തൊരു 30 വാട്ടിന്റെ അല്ലെങ്കിൽ 35 വാട്ടിന്റെ ഒരു ചാർജർ ഉണ്ട്, എൻ്റെ ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യില്ല, അതിനകത്തേക്ക് ഞാൻ ഈ ചാർജർ കുത്തുമ്പോൾ എൻ്റെ ഫോൺ പൊട്ടിത്തെറിക്കുമോ? ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ നോ എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ എഗെയിൻ ഇപ്പോൾ തേർഡ് പാർട്ടി ചാർജേഴ്സ് ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ നല്ല ചാർജേഴ്സും വളരെ ചീപ്പ് ചൈനീസ് ചാർജേഴ്സും വരുന്നുണ്ട്. സോ ഏതൊരു സ്മാർട്ട് ഫോണും ബേസിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് 5 വോൾട്ട് 2 ആംപിയറിന് അഥവാ 10 വാട്ടിന്റെ ചാർജിങ്. സോ നിങ്ങളുടെ ചാർജർ 33 വാട്ട് ആണെങ്കിലും അതിനകത്തും ഈ ഒരു 5 വോൾട്ട് 2 ആംപിയർ എന്ന് പറഞ്ഞ റേറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ചാർജറിന്റെ മുകളിൽ എഴുതിയേക്കണ കാണാൻ പറ്റും. അതുണ്ടെങ്കിൽ കുത്തിക്കോളും, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എഗെയിൻ പറയുന്നു, ചീപ്പായിട്ടുള്ള പല ചൈനീസ് ചാർജറുകളിലും ഈ ഒരു 5 വോൾട്ട് 2 ആംപിയർ ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ചിലപ്പോൾ 15 വാട്ട് അല്ലെങ്കിൽ 30 വാട്ട് ആയിരിക്കും. അങ്ങനത്തെ ചാർജേഴ്സ് ആണ് നിങ്ങളൊരു 10 വാട്ടിൽ കുത്തുന്നതെങ്കിൽ അത് കേടാവാൻ സാധ്യതയുണ്ട്. റേറ്റിംഗ് ഉണ്ടോ എന്ന് നിർബന്ധമായി നിങ്ങളുടെ ചാർജറിൽ നോക്കണം. പെട്രോൾ പമ്പിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ പമ്പ് പൊട്ടിത്തെറിക്കുമോ? ഈ ചോദ്യത്തിന് നിസ്സാരമായിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ആൻസർ പെട്രോൾ പമ്പ് തരുന്നുണ്ട്. യെസ്, പമ്പിന്റെ ചുറ്റും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന QR കോഡുകൾ UPI വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫോൺ പെട്രോൾ പമ്പിൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ എത്രയോ പേര് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും അതുമായിട്ട് ബന്ധപ്പെട്ട് പമ്പ് പൊട്ടിത്തെറിച്ച വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല. സോ അതും മിത്താണ്. ഈ മിത്ത് എങ്ങനെയാണ് വന്നതെന്നറിയോ? പണ്ട് കാലത്തുള്ള ഈ ഒരു ഫോണുകളിലൊക്കെ റേഡിയേഷൻ എത്രത്തോളം കൺട്രോൾ ചെയ്യണം എന്നൊന്നും ഉണ്ടായില്ല. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്മാർട്ട് ഫോണിന്റെ SAR വാല്യൂ ഉണ്ട്, അത് 1.6ന് മുകളിൽ പോകാതിരുന്നാലേ സേഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ റേറ്റിംഗ് ഒക്കെ പാലിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ സ്മാർട്ട് ഫോണുകൾ പ്രൊഡക്ഷന് ഇറങ്ങാറുള്ളൂ. പക്ഷേ പണ്ട് ഈ ഒരു 1.6 ഒന്നുമല്ല അതിൽ കൂടുതലുള്ള SAR വാല്യൂസ് ഉള്ള ഫോണുകളൊക്കെ വരുമ്പോൾ അതിനടുത്തൊക്കെ ഈ ഒരു ചോളം പോപ്കോൺ ഒക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന കാണാം. ആ ഒരു റേഡിയേഷൻ്റെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമായിരുന്നു. ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ വരുന്ന സമയത്ത് ഫോണിൽ നിന്ന് ആ ഒരു റേഡിയേഷൻ്റെ ഹീറ്റ് കാരണം പെട്രോളൊക്കെ അതിൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഹീറ്റ് വഴി പെട്രോൾ കത്താനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പമ്പിൽ ഫോൺ വിളിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. പക്ഷേ ഇപ്പം അതൊക്കെ മാറി, ഇപ്പോൾ ഒന്നും പേടിക്കണ്ട. അടുത്തത്, ഇൻകോഗ്നീറ്റോ മോഡ് നിങ്ങൾ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ഡേറ്റ ഒന്നും ട്രാക്ക് ചെയ്യില്ല, നിങ്ങൾ ടോട്ടലി സേഫ് ആണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയില്ല എന്ന് വിശ്വസിക്കുന്നത് ആക്ച്വലി ഒരു മിത്താണ്. ശരിയാണ്, ഇൻകോഗ്നീറ്റോ മോഡ് വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി കാണുന്ന രീതിക്ക് സേവ് ആയിരിക്കില്ല എങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഏതെങ്കിലും സ്ഥലത്ത് ആ ഒരു ഡേറ്റ സേവ് ആവുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇന്റർനെറ്റ് തരുന്ന നെറ്റ്വർക്ക് പ്രൊവൈഡറിൻ്റെ കയ്യിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സെർച്ചും അതിൻ്റെ റിസൾട്ടും സകല കാര്യങ്ങളും ഉണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കുവാണെങ്കിൽ ഇൻകോഗ്നീറ്റോയിൽ ഇട്ടിട്ട് ഒപ്പിച്ചാൽ ആരും പിടിക്കില്ല
എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ഫോൺ കുത്തിക്കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പൊട്ടിത്തെറിക്കുമോ? പൊതുവേ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളെല്ലാം സ്മാർട്ടാണ്, അതിനറിയാം. അതായത് ആ ഒരു സ്മാർട്ട് ഫോണിലേക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ചാർജ് അതിനകത്തേക്ക് കയറ്റണം, എന്നാൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര ചാർജ് ആയിരിക്കും വലിക്കേണ്ടത്, അത് വേരിയബിൾ ആണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഇപ്പം നിങ്ങളുടെ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ അത് കുത്തി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കുത്തി വെച്ചേക്കാം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചടപടേ എന്ന് പറഞ്ഞാൽ ചാർജ് കയറും. പക്ഷേ നിങ്ങൾ കുത്തി വെച്ചിട്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സ്പീഡിൽ നിങ്ങളുടെ ഫോണിൽ ചാർജ് കയറുന്നത് കാണില്ല. അതിൻ്റെ കാരണം സ്മാർട്ട് ഫോൺ അറിയാം നിങ്ങളത് യൂസ് ചെയ്യുവാണ്. സോ ഒരു സേഫ് പവർ ലിമിറ്റിൻ്റെലും കൂടുതൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഹീറ്റാണല്ലോ ഒരു ബാറ്ററിയുടെ ഏറ്റവും വലിയ എതിരാളി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊക്കെ കുത്തിയിട്ടുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പൊട്ടിത്തെറിക്കലൊന്നും ഉണ്ടാവില്ല. പക്ഷേ എഗെയിൻ 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള ബാറ്ററി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വീർക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടാണ് സാംസങ്ങിൻ്റെ ഉപയോഗിക്കാത്ത ഫോണുള്ള ബാറ്ററിയൊക്കെ വീർക്കുന്നത് ആൻഡ് പൊട്ടിത്തെറിക്കുന്നതൊക്കെ. സോ ദെയർ ഈസ് എ റിസ്ക് ഓഫ് ലിഥിയം ബാറ്ററി പൊട്ടുന്നത്. ബട്ട് എഗെയിൻ പണ്ടത്തെ പോലെ ഭയങ്കര ഒരു റിസ്ക് ഒന്നും പറയാൻ പറ്റില്ല. ബെറ്റർ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. ചാർജ് ആവട്ടെ, അപ്പോഴെങ്കിലും ഒന്ന് യൂസ് ചെയ്യാതിരിക്കും. ഓക്കെ, അടുത്തത് വളരെ കോമഡി ആയിട്ടുള്ള കാര്യമാണ്. പലരും വിചാരിക്കുന്നത് കൂടുതൽ കാശുള്ള ഫോൺ വാങ്ങിയാൽ അത് ബെറ്റർ ആണെന്ന്. പ്രത്യേകിച്ചും ഈ കടകളിൽ പോയി ഫോൺ എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് അറിയില്ല. 25,000 രൂപയുടെ സ്മാർട്ട് ഫോൺ വേണം എന്ന് പറയും. 25,000 നോക്കും, ഇത് 30,000 രൂപയുടെയാണ്. ഓക്കെ, 30,000 രൂപയുടെ. പക്ഷേ അഗെയിൻ സ്മാർട്ട് ഫോൺസിൻ്റെ മാർക്കറ്റിൻ്റെ ഗെയിം പല നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 25,000 രൂപയ്ക്ക് ചിലപ്പോൾ കിട്ടുന്ന ചില ഫോണുകൾ വളരെ വാല്യൂ ഫോർ മണി ആയിരിക്കും. ഇതേ സ്പെസിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ സ്പെസിഫിക്കേഷനുള്ള ഫോൺ 30,000 അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് വിൽക്കുന്ന കമ്പനികളുണ്ട്. അതുകൊണ്ട് തന്നെ വില കൂടിയ ഫോൺ വാങ്ങിച്ചാൽ അത് നല്ലതായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഷീറ്റൊക്കെ വായിച്ചിട്ട് വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ലാഭിക്കാം. ആൻഡ് ഫൈനലി, നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റ് സ്പീഡ് കുറവാണെങ്കിൽ ആ സമയത്ത് എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇന്റർനെറ്റ് സ്പീഡ് കൂടുമോ? ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നോർക്കുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മൊബൈൽ ഡേറ്റ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു IP ഒക്കെ അലോക്കേറ്റ് ചെയ്ത് തരാറുണ്ട്. അതിൻ്റെ എക്സ്പയറി ടൈം ഉണ്ട്. അപ്പോൾ എക്സ്പയറി ടൈം ആകുമ്പോൾ വീണ്ടും റിന്യൂ ചെയ്ത് വരും. സോ ഈ റിന്യൂവൽ പ്രോസസ് നോർമലി ഒരു സെറ്റ് ടൈം ഉണ്ടാവും. ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്യും എന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവറിൽ വളരെയധികം ആൾക്കാരുണ്ട്, യൂസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ടവേഴ്സ് നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിലും ഇവിടെ തന്നെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ എയർപ്ലെയിൻ മോഡിലിട്ടിട്ട് വീണ്ടും ഓൺ ആക്കുമ്പോൾ ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള സിഗ്നൽ അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പീഡ് വേറെ ടവറിനുണ്ടെങ്കിൽ അവിടെ പോയി കണക്ട് ആകുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഇന്റർനെറ്റ് കിട്ടും. ബട്ട് അഗെയിൻ ഇപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് സ്മാർട്ട് ഫോണുകളിൽ കാരിയർ അഗ്രിഗേഷൻ വന്നിട്ടുണ്ട്. കാരിയർ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ 4G+ എന്നൊക്കെ കാണും. മൾട്ടിപ്പിൾ ടവേഴ്സിൽ നിന്നും ഇവിടെ കുറച്ച് സ്ലോ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഡേറ്റ എടുക്കാം, അവിടെ സ്ലോ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാരിയർ അഗ്രിഗേഷൻ പരിപാടി ഉള്ളതുകൊണ്ട് എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കി ഓഫ് ആക്കുന്നത് അത്ര എഫക്റ്റീവ് അല്ല നോർമൽ 4G ഫോണുകൾ നമ്മൾ കണ്ട പോലെ. പനി പിടിച്ചാലും ജലദോഷം വന്നാലും തുമ്മൽ വന്നാലും പല്ലുവേദന വന്നാലും ഇതിനെല്ലാം കാരണക്കാരൻ സ്മാർട്ട് ഫോണാണ് എന്ന് അമ്മയച്ഛനൊക്കെ പറയാറുണ്ട്. അതും ഒരു മിത്താണ്. വേറെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ അറിവിലുള്ള മിത്തുകൾ എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായി, കുറേ ആൾക്കാർ കോമഡി ആയിട്ട് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അടിയിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.